My dear friends, welcome back to our lesson on common phrasal verbs. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന phrasal verbനെ കുറിച്ചുള്ള ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. In the first part, we learned what phrasal verbs are and how they are formed. ആദ്യ ഭാഗത്തിൽ phrasal verbs എന്താണെന്നും അവ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും നാം പഠിച്ചു. We also discussed how their meanings change when a verb joins with a particle. In the second part, we are going to learn some more common phrasal verbs. ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ phrasal verbുകളെ കുറിച്ച് പഠിക്കാം. We will understand their meanings and see how to use them in sentences. അവയുടെ അർത്ഥവും വാക്യങ്ങളിൽ അവ എങ്ങനെ ഉപയോഗിക്കാം എന്നും നമുക്ക് നോക്കാം. Learning these phrasal verbs will help you speak English more naturally and fluently. Now, let's look at the phrasal verbs with their meanings and example sentences. Get along, to manage, കാര്യങ്ങൾ നടത്തുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക. She can get along without anybody's help. അവൾക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ കാര്യങ്ങൾ നടത്തുവാൻ കഴിയും. Get along എന്ന phrasal verbന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, to progress, അതായത് പുരോഗമിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക. Project is getting along well. പ്രോജക്റ്റ് നന്നായി പുരോഗമിക്കുന്നു അല്ലെങ്കിൽ പ്രോജക്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. Get along with. Get along with means to have a good relationship with someone. സൗഹൃദപരമായ ബന്ധം പുലർത്തുക. I get along well with my neighbors. ഞാൻ എന്റെ അയൽക്കാരുമായി സൗഹൃദപരമായി മുന്നോട്ട് പോകുന്നു. Do you get along with your sister? നീ നിന്റെ സഹോദരിയുമായി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ? Get along is used to talk about the progress of work or about managing a situation. But when we talk about relationships between people, we use get along with. Get along എന്നത് കാര്യങ്ങളുടെ പുരോഗതിയെക്കുറിച്ചോ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചോ പറയാൻ ഉപയോഗിക്കുന്നു. പക്ഷേ ആളുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ get along with എന്നുപയോഗിക്കുന്നു. Go along. Agree with someone or accept something. ഒരാളുടെ അഭിപ്രായത്തോട് യോജിക്കുക അല്ലെങ്കിൽ സമ്മതിക്കുക. I will go along with your idea. നിന്റെ ആശയത്തോട് ഞാൻ യോജിക്കും. Come across. Come across means to find by chance. To find or discover something by accident or unexpectedly. അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ യാദൃശ്ചികമായി കാണുക. I came across an old photograph of my family yesterday. ഞാൻ ഇന്നലെ എന്റെ കുടുംബത്തിന്റെ ഒരു പഴയ ഫോട്ടോ യാദൃശ്ചികമായി കണ്ടെത്തി. Set off. To start a journey. യാത്ര ആരംഭിക്കുക അല്ലെങ്കിൽ യാത്ര തിരിക്കുക. We set off early in the morning. ഞങ്ങൾ രാവിലെ നേരത്തെ യാത്ര തിരിച്ചു. Set off also means to cause something to happen. എന്തെങ്കിലും സംഭവിക്കാൻ കാരണമാവുക. News set off a wave of panic. വാർത്ത ആളുകളിൽ ഭീതിയുടെ തരംഗമുണ്ടാക്കി. Set out. Set out means to begin a journey, especially a long or significant one. യാത്ര ആരംഭിക്കുക അല്ലെങ്കിൽ ലക്ഷ്യത്തോടെ യാത്ര തിരിക്കുക. They set out early in the morning for their pilgrimage. അവർ രാവിലെ തന്നെ അവരുടെ തീർത്ഥാടന യാത്ര ആരംഭിച്ചു. Set out is also used for starting something with a clear goal or intention. വ്യക്തമായൊരു ലക്ഷ്യത്തോടെ ആരംഭിക്കുക. She set out to start her own online business. സ്വന്തമായി ഒരു ഓൺലൈൻ ബിസിനസ് ആരംഭിക്കണമെന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ അവൾ അതിന്റെ ആരംഭം കുറിച്ചു. The phrasal verb set off is mainly used for starting a journey. It is more common in everyday speech. Set off എന്ന phrasal verb പ്രധാനമായും യാത്ര ആരംഭിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇത് സാധാരണ സംസാര ഭാഷയിൽ കൂടുതലായി ഉപയോഗിക്കുന്നു. Phrasal verb set out is also used for starting a journey, especially when it is planned or important. യാത്ര ആരംഭിക്കുന്നു എന്ന അർത്ഥത്തിൽ സെറ്റ് ഔട്ട് എന്ന phrasal verbും ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് യാത്ര പദ്ധതി പ്രകാരം അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായിരിക്കുമ്പോൾ. കൂടാതെ വ്യക്തമായ ലക്ഷ്യത്തോടെ എന്തെങ്കിലും ആരംഭിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന സമയത്തും ഇത് ഉപയോഗിക്കുന്നു. Turn down. Turn down means to refuse an offer, invitation or request.
ഒരു ഓഫർ അല്ലെങ്കിൽ ക്ഷണം അല്ലെങ്കിൽ അഭ്യർത്ഥന നിരസിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ടേൺ ഡൗൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാവുന്നതാണ്. She turned down the job offer because the salary was too low. ശമ്പളം കുറവായതിനാൽ അവൾ ആ ജോലി ഓഫർ നിരസിച്ചു. Turn down also means to reduce the volume, heat, light or intensity of something. ശബ്ദം, ചൂട്, വെളിച്ചം, തീവ്രത എന്നിവ കുറയ്ക്കാൻ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് ടേൺ ഡൗൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാവുന്നതാണ്. Please turn down the TV volume. ദയവായി ടിവിയുടെ ശബ്ദം കുറയ്ക്കൂ. Look down upon. Look down upon means to consider someone inferior. ഒരാളെ താഴ്ന്നവനായി കാണുക അല്ലെങ്കിൽ അവഗണനയോടെ കാണുക. Not look down upon the poor. നാം ദരിദ്രരെ താഴ്ന്നവരായി കാണരുത് അല്ലെങ്കിൽ നാം ദരിദ്രരെ അവഗണനയോടെ കാണരുത്. He looks down upon others. അവൻ മറ്റുള്ളവരെ താഴ്ന്നവരായി കാണുന്നു അല്ലെങ്കിൽ അവൻ മറ്റുള്ളവരെ അവഗണനയോടെ കാണുന്നു. Give in. Give in means to surrender, to stop resisting or to agree after refusing. കീഴടങ്ങുക, വഴങ്ങുക, എതിർപ്പ് നിർത്തി വഴങ്ങുക അല്ലെങ്കിൽ കീഴടങ്ങുക എന്നീ സാഹചര്യങ്ങളിലൊക്കെ give in എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാവുന്നതാണ്. He refused to give in. അവൻ കീഴടങ്ങാൻ വിസമ്മതിച്ചു അല്ലെങ്കിൽ അവൻ വഴങ്ങാൻ തയ്യാറായില്ല. Finally she gave in to their request. അവസാനം അവൾ അവരുടെ അഭ്യർത്ഥനയ്ക്ക് വഴങ്ങി അല്ലെങ്കിൽ അവസാനം അവൾ അവരുടെ അഭ്യർത്ഥനയ്ക്ക് കീഴടങ്ങി. Look for. Look for means to search for something. തിരയുക അല്ലെങ്കിൽ അന്വേഷിക്കുക. I am looking for my keys. ഞാൻ എന്റെ താക്കോൽ തിരയുകയാണ്. She is looking for a job. അവൾ ഒരു ജോലി അന്വേഷിക്കുകയാണ്. Setup. Setup means to arrange or establish something. സ്ഥാപിക്കുക, ക്രമീകരിക്കുക അല്ലെങ്കിൽ ഒരുക്കുക. They set up a new business last year. അവർ കഴിഞ്ഞ വർഷം ഒരു പുതിയ ബിസിനസ് സ്ഥാപിച്ചു. She set up the chairs for the meeting. അവൾ യോഗത്തിനായി കസേരകൾ ക്രമീകരിച്ചു. Get through. Get through means to finish or complete something. പൂർത്തിയാക്കുക അല്ലെങ്കിൽ തീർക്കുക. I got through my work early. ഞാൻ എന്റെ ജോലി നേരത്തെ പൂർത്തിയാക്കി. Get through can also mean to succeed, especially in exams or difficult tests. അതായത് വിജയകരമായി കടന്നു പോവുക അല്ലെങ്കിൽ ഒരു പ്രയാസകരമായ കാര്യം വിജയകരമായി പൂർത്തിയാക്കുക. She got through the exam successfully. അവൾ പരീക്ഷയിൽ വിജയിച്ചു. Make out. Make out means to understand, മനസ്സിലാക്കുക. To see or hear something clearly. വ്യക്തമായി കാണുക അല്ലെങ്കിൽ വ്യക്തമായി കേൾക്കുക. ഈ അർത്ഥങ്ങളിലൊക്കെ make out എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാവുന്നതാണ്. Couldn't make out what he was saying. അവൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. Can you make out the name on the board? ബോർഡിൽ എഴുതിയിരിക്കുന്ന പേര് നിനക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ? Check in. Check in means to register at a hotel or airport before staying or traveling. ഹോട്ടലിൽ താമസിക്കാൻ എത്തി പേര് രജിസ്റ്റർ ചെയ്യുമ്പോഴും വിമാനയാത്രയ്ക്കായി വിമാനത്താവളത്തിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ ചെക്ക് ഇൻ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാവുന്നതാണ്. We checked in at the hotel. ഞങ്ങൾ ഹോട്ടലിൽ എത്തി പേര് രജിസ്റ്റർ ചെയ്തു. She checked in 2 hours before the flight. വിമാനം പുറപ്പെടുന്നതിന് 2 മണിക്കൂർ മുൻപ് അവൾ വിമാനത്താവളത്തിൽ പേര് രജിസ്റ്റർ ചെയ്തു. ചെക്ക് ഔട്ട്. Check out means to leave a place, especially a hotel. സ്ഥലത്ത് നിന്ന് വിട്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് ഹോട്ടൽ പോലുള്ളവ. ഈ സാഹചര്യത്തിൽ ചെക്ക് ഔട്ട് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാവുന്നതാണ്. Examine or look at something. അതായത് ഒരു കാര്യം പരിശോധിക്കുക അല്ലെങ്കിൽ നോക്കിക്കാണുക എന്ന അർത്ഥത്തിൽ നമുക്ക് ചെക്ക് ഔട്ട് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാവുന്നതാണ്. We checked out the hotel yesterday. ഞങ്ങൾ ഇന്നലെ ഹോട്ടലിൽ നിന്നും പോന്നു. Please check out this new book. ദയവായി ഈ പുതിയ പുസ്തകം ഒന്ന് നോക്കിക്കാണൂ അല്ലെങ്കിൽ ദയവായി ഈ പുതിയ പുസ്തകം ഒന്ന് പരിശോധിക്കൂ. My dear friends, let me conclude this class now. In this video, we discussed some common phrasal verbs and their meanings with example sentences. ഈ വീഡിയോയിൽ ചില സാധാരണ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബുകളും അവയുടെ അർത്ഥങ്ങളും ഉദാഹരണ വാചകങ്ങളും നമ്മൾ പരിചയപ്പെട്ടു.
I hope these examples help you understand and use these phrasal verbs in your daily conversations. ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഈ ഫ്രേസൽ വെർബ്സ് മനസ്സിലാക്കുവാനും സംസാരത്തിൽ ഉപയോഗിക്കാനും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. We will continue learning more common phrasal verbs in the next part. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് ഫ്രേസൽ വെർബ്സ് കൂടി പരിചയപ്പെടാം. If you find this video helpful, please like, share and subscribe to the channel. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. Thank you very much for watching this video. Have a wonderful day.